ഓം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ആത്മഭാവങ്ങളെ, പുരാണ കഥകളിലൂടെയുള്ള യാത്രയിൽ ഇന്നത്തെ കഥ ബലഭദ്രൻ രേവതിയെ വിവാഹം ചെയ്തതാണ്. പ്രിയരെ, ദ്വാരകയുടെ ആദ്യകാല നാമം കുശസ്ഥലി എന്നായിരുന്നു. രാമകൃഷ്ണന്മാർക്ക് ശേഷമാണ് ഈ പട്ടണം ദ്വാരക എന്നറിയപ്പെട്ടു തുടങ്ങിയത്. കുശസ്ഥലി ഭരിച്ചിരുന്നത് രേവതൻ എന്നൊരു രാജർഷിയായിരുന്നു. മഹാപൗരുഷശാലിയായ രേവതൻ സുപ്രസിദ്ധ ചക്രവർത്തിയായ ശയ്യാദിയുടെ പൗത്രനും ആനർത്ത രാജാവിന്റെ പുത്രനും ആയിരുന്നു. രേവതന് കുകുതാമി തുടങ്ങി പ്രബലരായ 100 പുത്രന്മാരും രേവതി എന്നൊരു പുത്രിയും ഉണ്ടായിരുന്നു. അതിസുന്ദരിയും സുശീലയുമായ രേവതി യൗവനയുക്തിയായപ്പോൾ പിതാവായ രേവതൻ അവളുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങി. ഏറെ നാൾ അന്വേഷണം നടത്തിയിട്ടും തന്റെ പ്രതാപത്തിനും പുത്രിയുടെ രൂപസൗകുമാര്യത്തിനും ചേർന്ന ഒരു വരനെ കണ്ടെത്താൻ രാജാവിന് കഴിഞ്ഞില്ല. ഈ വിഷമാവസ്ഥയിൽ രാജാവ് ബ്രഹ്മദേവനോട് ഉപദേശം തേടുന്നതിനായി പുത്രിയോടൊപ്പം ബ്രഹ്മലോകത്തേക്ക് പോയി. അവർ അവിടെ എത്തിയപ്പോൾ വേദങ്ങളും യജ്ഞങ്ങളും മലകളും പർവ്വതങ്ങളും സമുദ്രങ്ങളും നദികളും ഋതുക്കളും മറ്റും ദിവ്യവേഷം ധരിച്ച് ബ്രഹ്മദേവനെ സ്തുതിക്കുന്ന അസുലഭ കാഴ്ച കാണാനിടയായി. അവരുടെ അതിമധുരവും അമാനുഷവുമായ ഗാനം ആസ്വദിച്ചു നിന്ന രേവതനോടും പുത്രിയോടും ബ്രഹ്മദേവൻ അന്വേഷിച്ചു. കുശസ്ഥലി രാജർഷിയായ രേവത, അങ്ങയുടെ യാത്രയുടെ ഉദ്ദേശമെന്താണ്? രേവതൻ അറിയിച്ചു, ബ്രഹ്മദേവ, ഞാനൊരു വിഷമസന്ധിയിലാണ്. എന്റെ പുത്രിയാണ് രേവതി. അവൾക്ക് അനുരൂപനായ ഒരു വരനെ കണ്ടെത്താൻ എനിക്കിനിയും സാധിച്ചിട്ടില്ല. അവിടുന്ന് ഒരാളെ നിർദ്ദേശിച്ചാൽ. രേവതന്റെ ആവശ്യം കേട്ട ബ്രഹ്മദേവൻ അല്പനേരം ചിന്താമഗ്നനായി ഇരുന്നു. ഒടുവിൽ അദ്ദേഹം പ്രസ്താവിച്ചു, രേവത, നിന്റെ പുത്രിയായ രേവതി അനുപമ ഗുണങ്ങൾക്ക് അധിപയാണ്. അവൾക്ക് യോഗ്യനായ പതി വസുദേവപുത്രനായ ബലഭദ്രൻ മാത്രമായിരിക്കും. അതിനാൽ അവിടുന്ന് രേവതിയെ ബലഭദ്രന് നൽകിയാലും. ബ്രഹ്മദേവന്റെ അഭിപ്രായം രേവതിന് ആശ്വാസം നൽകി. ഉടൻ തന്നെ വസുദേവനെ സമീപിച്ചു പറഞ്ഞു, വസുദേവ, എന്റെ പുത്രിയായ രേവതിക്ക് അവിടുത്തെ പുത്രനായ ബലരാമൻ മാത്രമേ അനുയോജ്യനാകൂ എന്ന് ബ്രഹ്മദേവൻ നിർദ്ദേശിച്ചിരിക്കുന്നു. രേവതന്റെ വാക്കുകൾ വസുദേവനെ സന്തോഷിപ്പിച്ചു. അദ്ദേഹം അറിയിച്ചു, രാജർഷിയായ രേവത, ഇതിൽ പരം എന്തു ഭാഗ്യമാണ് യാദവ വംശത്തിന് ലഭിക്കേണ്ടത്? അവിടുത്തെ പുത്രിയെ എന്റെ പുത്രവധുവാക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. തുടർന്ന് വിധിപ്രകാരം ബലഭദ്രനും രേവതിയും വിവാഹിതരായി. സ്നേഹപൂർവ്വം, രഞ്ജൻ കയനാട്.